പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. വാർത്തകൾ ഒരുപാട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ 2 പുതിയ വാർത്തകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് കേരള സ്റ്റോറി 2ന്റെ റിലീസുമായി ബന്ധപ്പെട്ട്. അതുൾപ്പെടെ വിശദമായി നമുക്ക് നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് കടക്കും മുൻപ് തന്നെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു പുതിയ വാർത്തയിലേക്കാണ് പോകുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് സർക്കാർ. പൾസർ സുനി ദിലീപ് ബന്ധത്തിന് നിരവധി തെളിവുകളുണ്ടെന്നും തെളിവ് പരിശോധിക്കുന്നതിലടക്കം വിചാരണ കോടതിക്ക് വീഴ്ചയുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ അപ്പീൽ. വിചാരണ നീതിപൂർവമല്ല നടന്നത് എന്ന കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെളിവുകൾ പരിശോധിച്ചത് പക്ഷപാതപരമായിട്ടാണെന്നും അപ്പീലിൽ പറയുന്നു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. സർക്കാർ നേരത്തെ തന്നെ അപ്പീൽ പോകുമെന്ന കാര്യം വ്യക്തമായിരുന്നു. അതിനുള്ള നടപടികളും നിയമോപദേശവും ഒക്കെ തേടിയിരുന്നു. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നത്. അതിൽ വിചാരണ കോടതിയുടെ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ട്. നിരവധി തെളിവുകളുണ്ട്, പക്ഷേ ഇതിന്റെ വിചാരണ നീതിപൂർവ്വം നടന്നിട്ടില്ല എന്ന കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രോസിക്യൂഷൻ അപ്പീൽ പോയിരിക്കുകയാണ്. CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ്, നിർണായകമായ ഒരു നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. എന്തൊക്കെയാണ് സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ? അല്പം മുമ്പാണ് ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുള്ളത്. ആ അപ്പീലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി പറയാം. വിചാരണ കോടതി വിധിക്കെതിരെയായിട്ടാണ് പ്രോസിക്യൂഷന്റെ അപ്പീലുള്ളത്. 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ വെറുതെ വിട്ട ആ വിധി റദ്ദാക്കണം. ഒപ്പം 1ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം. ദിലീപ് ഉൾപ്പെടെ വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. വിചാരണ കോടതി വിധിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകിയിട്ടുള്ളത്. വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണ് എന്ന് ഈ അപ്പീൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് ഉചിതമായ സന്ദേശമായിരിക്കണം നൽകേണ്ടത്. അക്കാര്യത്തിൽ ഈ വിധി പര്യാപ്തമല്ല എന്ന നിരീക്ഷണവും ഈ അപ്പീൽ നടത്തുന്നുണ്ട്. ദിലീപ് ഉൾപ്പെടെ പ്രതികളെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമായിട്ടാണ് എന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. പ്രതികളെ വെറുതെ വിട്ടത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രോസിക്യൂഷന്റെ പ്രത്യേകിച്ച് പോലീസിന്റെ സർക്കാരിന്റെ ഈ അപ്പീൽ പറയുന്നു. ഇന്നാണ് ഈ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പീൽ ഒരുപക്ഷെ നാളെ ഹൈക്കോടതി അടുത്ത വർക്കിംഗ് ഡേയ്സിൽ, അതായത് തിങ്കളാഴ്ച മിക്കവാറും കോടതി പരിഗണിച്ചേക്കും. ആക്രമിക്കപ്പെട്ട കേസിലാണ് ഇപ്പോൾ സർക്കാർ അപ്പീൽ പോകുന്നത്. അത് വളരെ നിർണായകമായ ഒരു നീക്കമാണ്. നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നീക്കവുമാണ്. തെളിവ് നിരവധിയുണ്ട് എന്ന കാര്യം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സുനി ദിലീപ് ബന്ധത്തിനുള്ള തെളിവുകളാണ്. അതായത് 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ബന്ധത്തിനുള്ള തെളിവുകൾ ഉണ്ട് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. തെളിവ് പരിശോധിക്കുന്നതിലടക്കം വിചാരണ കോടതിക്ക് വീഴ്ചയുണ്ടായി എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CN പ്രകാശ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രകാശ്, ഇതിൽ വിചാരണ കോടതിയുടെ വീഴ്ചകൾ അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു അപ്പീൽ എന്ന് തന്നെ പറയാം. നിരവധി തെളിവുകളുണ്ട്, പക്ഷേ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആ വിചാരണ കോടതിക്ക് അക്കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തൊക്കെ വീഴ്ചകൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെങ്ങനെയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിൽ 6 പ്രതികളാണ് കുറ്റക്കാരെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും പ്രമുഖ സിനിമാ നടൻ ദിലീപ് ഉൾപ്പെടെ 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിടുകയും ചെയ്ത ഉത്തരവാണ് വിചാരണ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത്. ഈ കോടതി വിധി വലിയ തോതിൽ സമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിധിയാണ്. ക്രിമിനൽ ഗൂഢാലോചനയും അതിൽ തെളിവുകൾ നശിപ്പിച്ചതിലും ആണ് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ പങ്കാളിത്തം സംശയാതീതമായി തെളിയിക്കപ്പെടാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ 4 പേരെയും വെറുതെ വിട്ടത്. എന്നാൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കൽ വെക്കൽ, സ്ത്രീകളുടെ മാന്യത
അപമാനിക്കൽ, ബലാത്സംഗം ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ആണ് ഈ 6 പ്രതികളെയും കുറ്റക്കാരായി കണ്ടുകൊണ്ട് വ്യക്തിയുടെ സ്വകാര്യ ലംഘനം അടക്കമുള്ള IT ആക്ട് അടക്കം ഇതിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആ കുറ്റങ്ങളെല്ലാം ചുമത്തിയിരുന്നു. അത് പ്രകാരമാണ് ഈ 6 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ട് വിചാരണ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്ന് വിധി കൽപ്പിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ കിട്ടാവുന്ന കുറ്റം ഉണ്ടായിരുന്നു. 20 വർഷം വരെ ജീവപര്യന്തമോ കഠിന തടവോ ലഭിക്കാവുന്ന കുറ്റമുണ്ട്. അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാ പ്രതികൾക്കും കനത്ത ശിക്ഷ ലഭിക്കുമെന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ദിലീപ് അടക്കമുള്ള 4 പേരെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെതിരെ ആയിട്ടാണ് ഇപ്പോൾ ഒരേ സമയം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്കെതിരെ വിധിച്ച ശിക്ഷാവിധി പര്യാപ്തമല്ലെന്നും അത് പോരെന്നും ഒപ്പം തന്നെ വെറുതെ വിട്ട ദിലീപ് അടക്കം 4 പേരെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമാണ് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഈ അപ്പീൽ നൽകിയിട്ടുള്ളത്. ഏതായാലും അപ്പീൽ അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കും. നേരത്തെ 7 വർഷം നീണ്ടുനിന്ന വിചാരണ വേളയിലാണ് പ്രതികളും പ്രോസിക്യൂഷനും പല കൂടി സുപ്രീം കോടതി വരെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല കേസിന്റെ വിചാരണ കോടതിയിലെ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ വിചാരണ കോടതി അന്തിമ വിധി തന്നെ വന്നത് 7 വർഷത്തിന് ശേഷമാണ്. ഏതായാലും ദിലീപിന് വലിയ ആശ്വാസം ഉണ്ടാകുന്ന വിധി ഉണ്ടാവുകയും എന്നാൽ ഈ വിധി പര്യാപ്തമല്ല എന്നും ഒപ്പം ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായ നിയമ ഉപദേശങ്ങളും ഒപ്പം തന്നെ സൂക്ഷ്മമായ പഠനങ്ങളും നടത്തിയ ശേഷമാണ് സർക്കാർ ഇത്തരത്തിൽ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കം, സൂക്ഷ്മമായ പരിശോധനകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു തുടർ നിയമ പോരാട്ടത്തിനുള്ളൊരു തുടക്കമാണ് കുറിക്കപ്പെടുന്നത്. വിചാരണ കോടതിയുടെ വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അപ്പീൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിചാരണ നീതിപൂർവം നടന്നില്ല എന്ന കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിത തന്നെ ഈ വിചാരണയിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. മേൽക്കോടതികളിൽ നീതിപൂർവമായി ഈ വിഷയം പരിഗണിക്കപ്പെടുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവച്ചതാണ്. എന്തായാലും അതിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ്. അതാണ് ഈ അപ്പീലിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. മേൽക്കോടതിയെ സമീപിച്ചിരിക്കുന്നു പ്രോസിക്യൂഷൻ. അത് വിചാരണ കോടതിയുടെ വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇതിൽ തെളിവുണ്ട്, അത് 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിൽ ഉള്ള ബന്ധത്തിനുള്ള തെളിവുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. ഇന്ന് കോടതിയിൽ നിന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. അതിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കേരള സ്റ്റോറി 2 റിലീസിനുള്ള അനുമതി കിട്ടിയിരിക്കുകയാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ റിലീസ് സ്റ്റേ ചെയ്തിരുന്നതാണ്. ആ റിലീസ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ നിർമ്മാതാക്കൾ സമീപിക്കുകയും ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ചിത്രത്തിന്റെ ഭാഗമല്ലെന്നും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ ചിത്രം പ്രദർശിപ്പിക്കാമെന്നുമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. ആ വിഷയത്തിൽ വളരെ നിർമ്മാതാക്കൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ സിംഗിൾ ബെഞ്ച് കൃത്യമായ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചതാണ്. പക്ഷേ അതൊന്നും ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കൊപ്പം ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഇന്നലെ നമ്മൾ ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്താണോ ഹർജിക്കാർ ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ, അവരുടെ ആശങ്ക എന്തായിരുന്നോ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയാണ് എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അതിന് സ്റ്റേ വരുന്നത്, ഇത് ഈ ചിത്രം സെൻസർ ബോർഡ് കാണണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്. എന്നാൽ അത് പൂർണ്ണമായും മാറ്റിക്കൊടുത്തിരിക്കുകയാണ്. ആ സ്റ്റേയും തടസ്സങ്ങളും എല്ലാം പൂർണ്ണമായും ഡിവിഷൻ ബെഞ്ച് മാറ്റിക്കൊടുത്തിരിക്കുന്നു സാഹചര്യം. ഈ ഹർജിക്കാരുടെ ആശങ്കയൊന്നും ഡിവിഷൻ ബെഞ്ച് കണ്ടില്ലേ? എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? രേണുക, ഇന്നലെ രാത്രിയായിരുന്നു 7:30 കൂടിയായിരുന്നു അടിയന്തരമായി ഡിവിഷൻ ബെഞ്ച് ഈ നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിക്കുന്നത്, അപ്പീൽ പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായത്. അടിയന്തരമായി കോടതി ചേർന്ന ശേഷം ഡിവിഷൻ ബെഞ്ച്, അതായത് SA ധർമാധികാരിയും ജസ്റ്റിസ് PV ബാലകൃഷ്ണനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു ഇന്നലെ ഈ നിർമ്മാതാക്കളുടെ അപ്പീൽ കേട്ടത്. ഏതാണ്ട് 2.25 മണിക്കൂറോളം നീണ്ട വാദം കേട്ട ശേഷമാണ് ഉത്തരവിനായി ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഉത്തരവ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം ഇന്ന് റിലീസ് ചെയ്യേണ്ടുന്ന സിനിമയായിരുന്നു.
അതേസമയം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെയും മതനിരപേക്ഷതയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഇത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യണം. 15 ദിവസത്തേക്ക് ഇടക്കാല സ്റ്റേ ആയിരുന്നു ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. അത് മാത്രമല്ല, ഈ സെൻസർ ബോർഡ് സിനിമ വീണ്ടും കാണണം എന്നുള്ള കാര്യവും കോടതി നിർദ്ദേശിച്ചിരുന്നു. സെൻസർ ബോർഡ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയില്ലേ എന്നുള്ള ചോദ്യവും കോടതി ഉന്നയിച്ചിരുന്നു. ഹർജിക്കാരുടെ ആശങ്കകൾ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് സിംഗിൾ ബെഞ്ച് മുന്നോട്ട് വെച്ചത്. അതേസമയം ടീസറും ട്രെയിലറും സിനിമയുമായി ബന്ധമില്ല, ഇതിന്റെ ഭാഗമല്ല എന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ കോടതിയിൽ വാദിക്കുന്നതും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പ്രദർശനാനുമതി നൽകിക്കൊണ്ട് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിക്കൊണ്ടിരിക്കുന്ന ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ സിനിമ സ്റ്റേ ചെയ്ത ശേഷവും വീണ്ടും ഇതിലൂടെ ഓൺലൈനിലൂടെ ടിക്കറ്റ് വിറ്റഴിച്ചു എന്നുള്ള കോടതി അലക്ഷ്യ ഹർജിയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അടിയന്തരമായി ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്കെല്ലാം പണം തിരിച്ചു നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൽ നിന്നും കേരളത്തിന്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സിനിമയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന കണ്ടന്റുകൾ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അതായിരുന്നു ഇതിൽ 2 ഹർജികൾ നിലനിൽക്കുന്നത് തന്നെയാണ് എന്ന് തന്നെയായിരുന്നു. 3 ഹർജിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് രാജ്യത്തിന് പുറത്തുനിന്നുള്ള ആളുടെ ഹർജി ആയതുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല, അത് നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പക്ഷേ 2 ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിലൊട്ടാകെയുള്ള ആളുകളുടെ ആശങ്കയാണ് എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയായിരുന്നു. എന്തായാലും ഡിവിഷൻ ബെഞ്ചിന് ഇന്നലെ അപ്പീൽ നൽകുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. ഇന്നലെ രാവിലെയും അതായത് സിംഗിൾ ബെഞ്ചിനോട് ഈ കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെടുകയും വിധി എതിരാണെങ്കിൽ തങ്ങൾക്ക് മറ്റു നടപടികൾ, അതായത് അപ്പെക്സ് കോർട്ടിലേക്ക് പോകാനുള്ള സാവകാശം ലഭിക്കണം, അതുകൊണ്ട് പിന്നെ അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ള സാഹചര്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതേസമയം കോടതി അത് സാധാരണമായ കേസ് പോലെ തന്നെ ഇതിൽ ഒരു അസാധാരണ നടപടിയാണ് ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ രാത്രി എന്തുകൊണ്ട് കോടതി ഇത് അടിയന്തരമായി പരിഗണിക്കുന്നു എന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് ഇത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണോ എന്ന് സംശയിച്ചിരുന്നു. ഇപ്പോൾ സിനിമയ്ക്ക് അനുകൂലമായി തന്നെ ഒരു വിധി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, ഇതിലെ ഹർജിക്കാരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധി വന്നതിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അവർ തുടർ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ടോ? അത്തരം വിശദാംശങ്ങൾ ഉണ്ടോ? മാത്രവുമല്ല, ഇന്ന് പുറത്തിറങ്ങേണ്ടുന്ന സിനിമയായിരുന്നു, ഇന്ന് എന്തായാലും അതിന്റെ റിലീസ് നടന്നില്ല. ഒരു കോടതിയലക്ഷ്യ നടപടി ഉൾപ്പെടെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നിലവിലുണ്ട്. നിർമ്മാതാക്കൾക്ക് ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ റിലീസ് നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യമാണോ? നിലവിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് ഉടൻ തന്നെ അതായത് പ്രദർശനാനുമതി ലഭിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അത് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ പ്രദർശനാനുമതിക്ക് തടസ്സമില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. അങ്ങനെയാണ് നേരത്തെ നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ, അതായത് ഹൈക്കോടതി ഡിവിഷൻ സിംഗിൾ ബെഞ്ച് ഈ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ സിംഗിൾ ബെഞ്ച് എടുത്ത് ചോദിച്ചിരുന്നു, ഈ ഒരു സാഹചര്യത്തിലാണ് UA സർട്ടിഫിക്കറ്റ് ഈ ചിത്രത്തിൽ നൽകിയത്. അത് നൽകേണ്ടിയിരുന്നത് A സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പക്ഷേ UA സർട്ടിഫിക്കറ്റ് നൽകിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ കൂടി കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സെൻസർ ബോർഡ് ഈ സിനിമ വീണ്ടും കാണണമെന്നുള്ള നിർദ്ദേശമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് 15 ദിവസത്തേക്ക് സിനിമയ്ക്ക് ഇടക്കാല സ്റ്റേ, പ്രദർശനാനുമതി തടഞ്ഞുകൊണ്ട് സിനിമയുടെ പ്രദർശനത്തിന് ഇടക്കാല സ്റ്റേ എന്നുള്ള തരത്തിലേക്കാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് ഇന്നലെ ഉത്തരവിട്ടത്. അങ്ങനെയാണ്. അതേ തുടർന്നാണ് അടിയന്തരമായി ഇവർ ഡിവിഷൻ ബെഞ്ചിനെ നിർമ്മാതാക്കൾ സമീപിക്കുകയും, പക്ഷേ രേണുക സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കേസിനും ഇല്ലാത്ത തരത്തിലുള്ള അസാധാരണത്വം ഈ കേസിന് എന്തുകൊണ്ട് നൽകി എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1800 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ സാമ്പത്തികമായ നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഹാൽ സിനിമയ്ക്ക് കാര്യങ്ങളും കൂടി സിംഗിൾ ബെഞ്ച് ആ കാര്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൂടി പോകേണ്ടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ എന്തായാലും സിനിമയുടെ റിലീസിന് തടസ്സമില്ലാത്തൊരു സാഹചര്യമാണ് ആജ്ഞ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വാർത്തകൾ വരികയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നു. നടനും തമിഴക വെട്രിക്കഴകം തലവനുമായ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകിയിരിക്കുന്നു. ചെന്നൈ ചെങ്കൽപ്പേട്ട് കോടതിയിലാണ് ഹർജി നൽകിയിട്ടുള്ളത്. വിജയും നടി തൃഷയും തമ്മിൽ അടുപ്പത്തിലാണെന്ന വിവാദത്തിനിടെയാണ് ഇപ്പോൾ സംഗീത വിവാഹമോചന ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ രാഷ്ട്രീയ ഭാവിയിലും
നിർണായകമായിരിക്കും സംഗീതയുടെ ഈ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടി വലിയ പ്രാധാന്യമുണ്ട്. ഹരികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, തമിഴക വെട്രിക്കഴകം വലിയ മാജിക് ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വിവാഹമോചന ഹർജി എന്നത് നിർണായകമാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ. ആ ഒരു ഘട്ടത്തിൽ വിജയ്ക്ക് തന്റെ പേഴ്സണൽ വിഷയമായിട്ടുള്ള വിവാഹമോചനത്തിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തെ എങ്ങനെ കാണണം? ഏപ്രിൽ 20 ഹാജരാകണമെന്നാണ് നോട്ടീസ് എന്ന് ഞാൻ അറിയുന്നു. യെസ്, ഏപ്രിൽ 20 ഹാജരാകണം. ഇൻ പേഴ്സൺ തന്നെ വിജയ് ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഈ നിമിഷം. ദുരന്തങ്ങൾക്ക് പിന്നാലെ ദുരന്തങ്ങൾ വിജയെ തേടിയെത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് കരൂർ ദുരന്തം, പിന്നെ അതിനുശേഷം ജനനായകന്റെ റിലീസ്, അനിശ്ചിതത്വം. ഇപ്പോൾ അടുത്ത വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഭാര്യ സംഗീത. 27 വർഷങ്ങൾക്ക് ശേഷം, 99-ലാണ് ഇരുവരും വിവാഹിതരായത്. 27 വർഷങ്ങൾക്ക് ശേഷം വിവാഹ ജീവിതത്തിന് മോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംഗീത ഇത് ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡൾട്ടറി കോസ് എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊരു നടിയുമായി വിജയ്ക്കുള്ള ഒരു ബന്ധം, അത് തന്നെയാണ് ഈ വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നതെന്ന് കൃത്യമായി സംഗീത ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നുണ്ട് എന്നതും കൂടി എടുത്തു സൂചിപ്പിക്കണം. അതായത് കാരണസഹിതം, ഈ നടി ആരാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇത് നടിയാണ്, മറ്റൊരു സ്ത്രീ എന്ന് സാധാരണയായി പറഞ്ഞു പോകുന്നില്ല. പ്രൊഫഷൻ ഉൾപ്പെടെ പുറത്ത് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പെരേണു പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു നായികയുടെ പേരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം നാളുകളായിട്ട് തന്നെ ഈ ഗോസിപ്സ് ഒക്കെ കിടന്ന് പരക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണോ എന്നൊരു ചോദ്യവും കൂടിയാണ് ഈ പെറ്റീഷൻ ഇപ്പോൾ പുറത്തു വരുന്നതിന് ശേഷം പറയേണ്ടത്. അതിനകത്ത് ചില പോയിന്റുകൾ മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ നമുക്കൊന്ന് 11ാമത്തെ പോയിന്റ് വായിക്കാം. അത് ഇൻ ഏപ്രിൽ 2021 the petitioner discovered that the respondent was involved in an adulterous relationship with an actress. 2021 ഏപ്രിൽ മാസത്തിൽ തന്നെ സംഗീതയ്ക്ക് മനസ്സിലാകുന്നു വിജയ്ക്ക് മറ്റൊരു നായികയുമായി ഒരു ബന്ധമുണ്ട് എന്നത്. ദിസ് കോസ്ഡ് ഹർ ഡീപ്പ് ഇമോഷണൽ പെയിൻ. അത് സംഗീതയ്ക്ക് മാത്രമല്ല തൻ്റെ കുടുംബത്തിൽ 2 മക്കൾക്കും അത് വല്ലാത്ത അപമാനമുണ്ടായി. തൻ്റെ മക്കളുടെ കൂട്ടുകാർക്കിടയിലും വലിയ മോശമായ രീതിയിലേക്ക് മാറി. തനിക്കും വ്യക്തി ജീവിതത്തിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടായി എന്നതും കൂടി സംഗീത ഇതിനകത്ത് പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 12, though the respondent initially assured that he would end the relationship, ഈ റിലേഷൻഷിപ്പ് കയ്യോടെ സംഗീത പിടിച്ചതിന് ശേഷം വിജയ് പറയുകയാണ് ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇത് പിന്നീടും തുടർന്നു. വിച്ച് കോസ്ഡ് മെന്റൽ ക്രൂവൽറ്റി എന്നതും കൂടി പറയുന്നുണ്ട്. 12ാമത്തെ പോയിന്റാണ്. അതായത് സംഗീതയ്ക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ ബന്ധം വിജയ് തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ 2021 ഏപ്രിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെയും ഇത് തുടർന്നു എന്നതും കൂടി പറയുന്നു. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതുപോലെ പിന്നീട് ഈ ബന്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ പോലും ഇത് തീർച്ചയായും ഇതൊരു വെറും പേഴ്സണൽ വിഷയമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയാവാൻ മോഹിക്കുന്ന ഒരു നടൻ കൂടിയാണ് വിജയ്. 2026 തമിഴ്നാട് ഇലക്ഷനിൽ താൻ മുന്നോട്ട് വരുന്നത് പോലും ജനങ്ങളെ സേവിക്കാനുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയമായി വരുന്നത് സ്വന്തം കുടുംബം നോക്കാൻ കഴിയാത്ത ഒരാൾ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയ നേതാക്കളിൽ പലരും ഇതുപോലെ ഡിവോഴ്സ് ആവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വാർത്തകളിൽ ശ്രദ്ധേയമാവാറുണ്ട്. ഇപ്പോൾ 2026 ഇലക്ഷന് തമിഴക വെട്രിക്കഴകം ഈ ഇലക്ഷനിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്ന ഇടത്താണ് വിജയ്ക്ക് പേഴ്സണലി ഇത്രയും വലിയൊരു പ്രതിസന്ധി വരാൻ പോകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. 19ാമത്തെ പോയിന്റ്, ഇൻ 2024 the respondents continued adulterous conduct and repeated social media controversies caused constant mental torture to the petitioner. എല്ലാ രീതിയിലും ഈ ബന്ധം തുടരുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കോൺട്രവേഴ്സികളും ഒക്കെ തന്നെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ 2024 തൊട്ട് ഇപ്പോൾ വരെ വിജയുടെ പേരിൽ ഒരു നടിയുടെ പേരാണ് എപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. ആ നടി തന്നെയാണോ സംഗീതയും ഉദ്ദേശിക്കുന്നത് ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഈ ടൈം ലൈനിലൊക്കെ എടുത്ത് നോക്കുക ണെങ്കിൽ ആ നായികയുടെ പേരല്ലാതെ മറ്റൊരു നായികയും വിജയ്ക്ക് വേറൊരു ഗോസിപ്പ് കോളത്തിൽ ഇടം പിടിച്ചിട്ടില്ല, മറ്റൊരു രീതിയിലും വന്നിട്ടില്ല. ആ നായികയാണോ ഇത് എന്നൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യവും കൂടിയുണ്ട്. ഡിസ്പൈറ്റ് ഹർ സൈലൻസ് ടു അവോയ്ഡ് പബ്ലിക് സ്കാൻഡൽ, ദ പെറ്റീഷണർ ത്രൂ ഹർ കൗൺസിൽ എക്സ്ചേഞ്ച്ഡ് സെവറൽ നോട്ടീസസ് ആൻഡ് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ August 2024 ആൻഡ് February 2025. ഈ ഒരു 6 മാസത്തെ കാലയളവിൽ 2024 ഓഗസ്റ്റ് മുതൽ 2025 ഫെബ്രുവരി വരെ, അതായത് ഈ മാസം വരെ ഒരു റെസൊല്യൂഷന് വേണ്ടി ഒരു സൊല്യൂഷൻ, ഒരു തീർപ്പിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 6 മാസമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും തന്നെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു പൂർണ്ണമായും എന്നതും കൂടി ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്തിരിക്കുന്നു. അതായത് ഈ ബന്ധം 2021 തന്നെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും തുടക്കത്തിലൊക്കെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ പെറ്റീഷനിൽ തുടക്കം പറയുന്നുണ്ട്, തുടങ്ങി ആദ്യത്തെ കുറച്ച് നാളുകൾ വളരെ രസകരമായ കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേതെന്ന് സംഗീതയും പറയുന്നുണ്ട്, വിജയുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ ജീവിതം UK-യിലാണ് തൻ്റെ കുടുംബം ഉള്ളത്. അപ്പോൾ അവിടെ ഇടയ്ക്ക് പോകും, ഫാമിലി വെക്കേഷൻസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു തുടക്ക കാലഘട്ടത്തിൽ. പിന്നീട് ഈ ബന്ധവുമായി
ബന്ധം മനസ്സിലാക്കിയതിനു ശേഷമൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യുന്നു. ഈ സോഷ്യൽ മീഡിയയിലും തന്നെ മുഖം കാണിക്കുന്നില്ല, ഒരു ഫാമിലി ഫംഗ്ഷന് പോകുന്നില്ല, ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻ, പ്രത്യേകിച്ച് വിജയെ പോലൊരു താരത്തിനെ ഒരു ഓഡിയോ ലോഞ്ച് പരിപാടികൾ അല്ലെങ്കിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു നായകൻ്റെ ഫാമിലി ഇതുപോലുള്ള ഫംഗ്ഷൻസിൽ വരുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ ഏത് താരങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അജിത്ത് വരികയാണെങ്കിൽ, ശാലിനി ആണെങ്കിലും, ശിവകാർത്തികൻ വരികയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായാലും എല്ലാവരുടെയും ഫാമിലി അത്രയധികം വീക്ഷിക്കുന്ന ഒരു താരങ്ങളെ ദൈവങ്ങളായിട്ട് കാണുന്ന തമിഴ്നാട്ടിൽ താരങ്ങളുടെ കുടുംബങ്ങളെയും അതുപോലെയാണ് കാണുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് വിജയുടെ സിനിമകളിൽ വരുന്ന ഫംഗ്ഷൻസിലൊന്നും തന്നെ ഭാര്യ സംഗീത പ്രസിഡന്റ് ആയിരുന്നില്ല എന്നത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി അതേസമയം തമിഴ് രാഷ്ട്രീയത്തിൽ തന്നെ സിനിമയും ഇതും എല്ലാം ഇടകലർന്ന ഒരു രാഷ്ട്രീയമാണ് എന്നത് നമുക്ക് കാണാം. ഇതൊക്കെ എത്രമാത്രം തെരഞ്ഞെടുപ്പ് രംഗത്തെ ബാധിക്കും എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നോക്കൂ ഹരി, കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ നടിയുമായി ചേർത്ത് ചില പരാമർശങ്ങൾ നടത്തുകയും അവസാനം അതിൽ തൃഷ തന്നെ, ആ നടി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. തുടർന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ രീതിയിലുള്ള ചർച്ച ഇതിനോടകം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്നതാണ്. അപ്പോൾ വിജയുടെ രാഷ്ട്രീയ വിരോധികൾക്ക് ഒരായുധം കിട്ടിയിരിക്കുന്നു ഇപ്പോൾ എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ. 2 വർഷമായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വിവാഹമോചന ഹർജി സമർപ്പിക്കപ്പെട്ടതിൽ മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി കാണേണ്ടതുണ്ടോ? തീർച്ചയായും പറയാതിരിക്കാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയമായ ഒരു ആയുധമാക്കി മാറ്റും എന്ന കാര്യത്തിൽ 1% പോലും തർക്കമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ തൃശയുമായി ബന്ധപ്പെട്ടുള്ള പേര് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പോലും കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതിന് വ്യക്തത വരുത്തുകയും കൂടെ ചെയ്തിരുന്നു തൃഷ. പക്ഷെ അതിനിടയിൽ ഈ നായിക എന്ന് പോലും എടുത്ത് പറയുമ്പോൾ മറ്റൊരു ബന്ധം ഒരു നായികയുമായിട്ടാണെന്നും കൂടി പറയുന്നു. മാത്രമല്ല ഈ ടൈം ലൈനിൽ വാർത്താ മാധ്യമങ്ങളിൽ ഈ നായികയുടെ പേരിനോടൊപ്പം വന്നത് തന്നെ മാനസികമായി അലട്ടിയെന്നും കൂടെ പറയുമ്പോഴാണ് വീണ്ടും കണ്ണുകൾ ഇതേ നായികയിലേക്ക് പോകുന്നത്. സംഗീത ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്തിരിക്കുന്ന അതേ നായിക ഈ നായികയാണോ എന്നുള്ള ചോദ്യത്തിലേക്കും വരുന്നത് സ്വാഭാവികമാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ടൈം ലൈനിൽ വാർത്താ മാധ്യമങ്ങളിലോ വിജയുടെ പേരിലോ ഒക്കെ ഈ ഗോസിപ്പ് കോളംസിലേക്ക് വന്നിരിക്കുന്ന ഒരേ ഒരു നായിക തൃശയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചൂണ്ടുന്നത്, ഈ വിരൽ ചൂണ്ടുന്നത്, ഈ ക്വസ്റ്റ്യൻസ് പോകുന്നത് ഈ നായികയിലേക്കാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ ആയുധമാക്കി മാറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ഈ ഒരു പെറ്റീഷൻ അല്ലെങ്കിൽ ഈ ഒരു ചെങ്കൽപ്പേട്ടിലെ ഡിസ്ട്രിക്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു പെറ്റീഷൻ വളരെയധികം തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 2 രീതിയിൽ തന്നെ ടോക്കുകൾ സ്വാഭാവികമായിട്ടും വരും. കാരണം ഒന്നാമത്തെ കാര്യം, അപ്പോൾ ഈ ഗോസിപ്പുകളൊക്കെ വിശ്വസിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ടൈം ലൈനിൽ 2021 മുതൽ അല്ലെങ്കിൽ ഈ 2025 വരെയുള്ള കാലയളവിൽ സ്വാഭാവികമായിട്ടും ഈ നായികയാണ് എന്നൊരു രീതിയിലേക്ക് ഒരു ഉന്നം വെക്കുകയാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ആരാണെന്നുള്ളത് വ്യക്തമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആരും അടച്ചങ്ങ് പറയാനൊന്നും കഴിയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇതൊരു നായികയാണ്. ഇത് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു നായികയുമായിട്ട് വിജയ്ക്കുള്ളൊരു ബന്ധമാണ്. ഈ തങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ തകരാനുള്ള കാരണവും അല്ലെങ്കിൽ തനിക്ക് വിവാഹമോചനം വേണമെന്നുള്ള കാരണം സംഗീത പറയുമ്പോൾ അത് വ്യക്തമാണ്. അതിനകത്ത് ഇത് തന്നെയാണെന്നുള്ളത് വ്യക്തമാക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നായികയിലേക്ക് ഇനിയും സംശയം നേടാൻ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്നും വരും. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഇത് ഡോക്യുമെന്റഡ് ഫയലാണ്, ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് അതിൻ്റെതായ ഒരു ഓതന്റിസിറ്റി വരും. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീങ്ങും. അത് ദാമ്പത്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരും. പിന്നെ ഏറ്റവും ഒടുവിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പം തമിഴ്നാട് ഇലക്ഷൻ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇതൊരു തുറുപ്പ് ചീട്ടാക്കി രാഷ്ട്രീയ കക്ഷികൾ മാറ്റുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് കുറച്ചൊന്ന് നോക്കി പോകാം, എന്നാൽ മാത്രമേ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 12ാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ദോ ദ റെസ്പോണ്ടന്റ് ഇനിഷ്യലി അഷ്വർഡ് ദാറ്റ് ഹി വുഡ് എൻഡ് ദ റിലേഷൻഷിപ്പ്. ഈ ബന്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തു. അതാണ് തന്നെ മാനസികമായി മാറ്റിയെന്നും കൂടി പറയുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതോടൊപ്പം തന്നെ ഈ മക്കളുടെ കാര്യവും കൂടി എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 2 മക്കളാണ് വിജയ്ക്കും സംഗീതയ്ക്കും ഉള്ളത്. ഒരാൾ ജേസൺ സഞ്ജയാണ്. ജേസൺ ഇപ്പോൾ സംവിധാന രംഗത്തേക്കും കൂടി കടക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. അപ്പോൾ സംവിധാന പാതയിലേക്ക് വരികയാണ് ഈ മകൻ. അപ്പോൾ ഇവർക്ക് പോലും അവരുടെ കൂട്ടുകാർക്കിടയിലും അല്ലെങ്കിൽ മറ്റ് ഫാമിലി ഫംഗ്ഷൻസിനിടയിലും ഒക്കെ തന്നെ കളിയാക്കലുകൾ നേരിടേണ്ടി വരുന്നു എന്നൊരു കാര്യം കൂടി ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നുണ്ട്. അതായത് കുടുംബജീവിതത്തെ തകർക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് വിജയ്ക്ക് ഈ നടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തൻ്റെ മക്കളോട് ചോദ്യം ചെയ്യുമ്പോൾ അവർക്കത് അപമാനമായി മാറുന്നുണ്ട് എന്നതും കൂടി ഈ പെറ്റീഷനിൽ പറയുന്നുണ്ട്. അതൊരു വലിയ വാലിഡ് ആയിട്ടൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഒതന്റിസിറ്റി എത്രമാത്രമാണ് അല്ലെങ്കിൽ ഈ വാർത്തകളൊക്കെ
നാളൊക്കെ കുറച്ച് നാളുകളായി ഈ നായികയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വിശ്വസിക്കേണ്ടി വരുമോ എന്നൊരു സാഹചര്യം കൂടി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമോ അല്ലെങ്കിൽ ഇതൊരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ വിഷയം മാത്രമല്ല. ഒന്നാമത് ഇത്രയും വലിയൊരു താരം, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരമാണ്. ആ താരത്തിനെതിരെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രത്യേകിച്ച് കുറച്ച് നാളുകളായിട്ട് ഉയർന്നു വരുന്ന ഒരു നടിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പെറ്റീഷനിൽ നായികയാണെന്നും കൂടി എടുത്ത് പറയുമ്പോഴേക്കും അതിനകത്ത് വേറൊരു മാനവും കൂടിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. 20-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്ന് പറയുമ്പോൾ പോലും വിജയ് ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ടിയിരിക്കുന്ന കേസാണ്. പക്ഷേ ഇതിനിടയിൽ കുറച്ച് നാളുകൾ മാത്രം നിൽക്കെ തമിഴ്നാട് ഇലക്ഷൻ തൊട്ടടുക്ക് വാതിൽപ്പടിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ വിജയ്ക്കെതിരെ ഇങ്ങനെ വരുമ്പോഴേക്കും അത് രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ തർക്കത്തിലേക്കും പോകുമെന്നതും കൂടി പറയണം. ഒരു പോയിന്റ് കൂടിയുണ്ട്. 17-ാമത്തത്, ദ റെസ്പോണ്ടൻസ് കണ്ടിന്യൂഡ് ഓപ്പൺ അസോസിയേഷൻ വിത്ത് ദി ആക്ട്രസ് കോസ്ഡ് ഇമോഷണൽ അഗ്നി ടു ദ പെറ്റീഷണർ ആൻഡ് എംബാരസ്മെന്റ് ടു ദ ചിൽഡ്രൻ അമംഗ് ദെയർ ഫ്രണ്ട്സ്, സോഷ്യൽ സർക്കിൾ ആൻഡ് ഓൺ സോഷ്യൽ മീഡിയ. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. മക്കൾക്കുൾപ്പെടെ ഫ്രണ്ട്സിനും സോഷ്യൽ സർക്കിളിനിടയിലും സോഷ്യൽ മീഡിയയിലും ഇടയിൽ 17-ാമത്തെ പോയിന്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നും കൂടി പറയേണ്ടി വരും. 16-ാമത്തേതിലാണ് ഈ പോസ്റ്റുകൾ ഭയങ്കരമായ ഹ്യൂമിലിയേഷനും ഉണ്ടാക്കിയിട്ടുണ്ട് തൻ്റെ കുടുംബത്തിനും തനിക്കും തൻ്റെ മക്കൾക്കും ഇടയിലെന്നതും കൂടി പറയുന്നുണ്ട്. 18-ാമത്തെ ഒരു പോയിന്റ്, ദ പെറ്റീഷണർ ഇൻ ഓർഡർ ടു അവോയ്ഡ് അൺനെസസറി പബ്ലിസിറ്റി ആൻഡ് പ്രൊട്ടക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ഓൾ പാർട്ടീസ് റീഫ്രെയിൻസ് ഫ്രം ഡിസ്ക്ലോസിംഗ് ദ നെയിം ഓഫ് ദി ആക്ട്രസ് അറ്റ് പ്രസന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. നിലവിൽ ഈ പെറ്റീഷണറിന് 18-ാമത്തെ പോയിന്റിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ നടിയുടെ പേര് നിലവിൽ തൽക്കാലം വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നതും കൂടി പറയുന്നു. However, the petitioner reserves her right and undertakes to implead the said actress as second respondent in the main petition if such burden of proof is imposed on the petitioner by the respondent during the proceedings. ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ നടി ആരാണെന്ന് തനിക്ക് വെളിപ്പെടുത്തേണ്ടി വരുമെന്നത് 18-ാമത്തെ പോയിന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിലവിൽ അറ്റ് പ്രസന്റ് ഈ നായിക ആരാണെന്ന് താൻ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നാൽ, ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നാൽ, പ്രൊസീഡിങ്സുമായിട്ട് ധാരണപ്പെടേണ്ടി വന്നാൽ ഈ നായിക ആരാണെന്ന് വെളിപ്പെടുത്തുമെന്നതും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ദ പെറ്റീഷണർ ക്രേവ്സ് ലീവ് ഓൺ ദിസ് ഓണറബിൾ കോർട്ട് ടു പെർമിറ്റ് ദ പെറ്റീഷണർ ടു ഇംപ്ലീറ്റ് ദ സെഡ് ആക്ട്രസ് ആസ് സെക്കൻഡ് റെസ്പോണ്ടന്റ് ഇഫ് സച്ച് നെസസിറ്റി അറൈസസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ട്, ഒന്നാമത്തെ റെസ്പോണ്ടന്റ് ഇവിടെ വിജയാണ്, രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ട് ഈ നായികയുടെ പേര് ചേർക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ എന്നത് ഓണറബിൾ കോടതിയോട് ഇവിടെ ഫയൽ ചെയ്യുകയാണ് പെറ്റീഷണർ എന്നതും കൂടി വ്യക്തമാക്കുന്നു. അതായത് സംഗീത വ്യക്തമാക്കുന്നു. ഡ്യൂറിംഗ് ദ പ്രൊസീഡിംഗ്സ് ഇൻ ദ മെയിൻ ഒറിജിനൽ പെറ്റീഷൻ ആൻഡ് ടു പ്രൊഡ്യൂസ് റെലവെന്റ് ഡോക്യുമെന്റ്സ് ഇഫ് റിക്വയർഡ്. ഡോക്യുമെന്റ്സും കൂടി ഫയൽ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ട് ഈ നായികയെ മാറ്റണം. ഈ നായിക ആരാണെന്നത് തുടർന്നുള്ള പ്രൊസീഡിംഗ്സിൽ വ്യക്തമാക്കുമെന്നത് സംഗീത പറയുമ്പോഴേക്കും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതിനകത്ത് ഈ ബന്ധം തന്നെയാണ് വിജയുടെ മറ്റൊരു ബന്ധം, ഈ അവിഹിത ബന്ധം എന്നൊക്കെ വിളിക്കാം. ഈ ബന്ധത്തിനാണ് ഈ പ്രശ്നം. ഈ ബന്ധം കാരണമാണ് ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് വ്യക്തമാക്കുന്നു. അത് കാരണം തനിക്കുണ്ടായ നാണക്കേട്, മാനക്കേട്, തൻ്റെ കുടുംബത്തിനുണ്ടായ മാനക്കേട്, സോഷ്യൽ മീഡിയയിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിൽ ഈ നായികയുമായി ബന്ധപ്പെട്ട് വന്ന ഗോസിപ്പ് കോളങ്ങളെല്ലാം തന്നെ തനിക്കും തൻ്റെ മക്കൾക്കും ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ, സംഘർഷങ്ങൾ, ഇതാണ് ഈ ഡിവോഴ്സിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോൾ ഇതൊരു പേഴ്സണൽ ഇഷ്യൂ അല്ല. ഈ വ്യക്തി, അതായത് സെക്കൻഡ് റെസ്പോണ്ടന്റ് ആവാൻ പോകാൻ സാധ്യതയുള്ളത് നായികയാണ്. അത് സിനിമാ മേഖലയിലുള്ള ഒരു വ്യക്തിയാണ്. ആ നായിക ഈ വ്യക്തിയാണോ എന്നൊരു ചോദ്യം പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വ്യക്തിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് വിജയുടെ ഒപ്പം പേര് വെച്ചിരിക്കുന്ന തൃഷ എന്ന വ്യക്തിയാണോ എന്നുള്ളതൊക്കെ ഈ തുടർന്നുള്ള പ്രൊസീഡിങ്സിലാണോ ഇല്ലയോ എന്നുള്ളത് തനിക്ക് കൊണ്ടുവരാൻ, ഇഫ് ഡോക്യുമെന്റ്സും കൂടി സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി കോടതി അനുവദിക്കണമെന്ന് പെറ്റീഷണറായ സംഗീത ഫയൽ ചെയ്യുമ്പോഴേക്കുമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കും കൂടി നീങ്ങുന്നത്. തീർച്ചയായും ഓരോ പോയിന്റുകളായിട്ട് വ്യക്തിപ്പെട്ട് പറയുമ്പോൾ പോലും ഇനി ഏപ്രിൽ 20-ാം തീയതി വിജയ് ഹാജരാകുമോ ഇല്ലയോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇത് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഏപ്രിൽ 20-നാണ് വിജയ് ഹാജരാകേണ്ടതെങ്കിലും വിജയ്ക്ക് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വിജയുടെ പ്രതികരണം എന്ത് ഈ വിവാഹമോചന ഹർജിയുമായി ബന്ധപ്പെട്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിജയെ സംബന്ധിച്ച് ഓരോരോ പ്രതിസന്ധികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് TVKയുടെ രൂപീകരണം വലിയ രീതിയിൽ അതുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് കരൂർ ദുരന്തം സംഭവിക്കുന്നത്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു വിജയ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നത്. കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രശ്നം, വിവാഹമോചന ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം, അതിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ,
അതിനൊക്കെ വിജയ് ഇനി മറുപടി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ, തുടർ നടപടികൾ ഉണ്ടാകുന്നത് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഒരു വളരെ രാഷ്ട്രീയ പ്രേരിതമാണോ ഈ നീക്കങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും വളരെ പരീക്ഷണ ഘട്ടത്തിലൂടെ വിജയ് കടന്നു പോകുന്നുണ്ട് ഈ സമയം എന്നത് പറയാം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഒരു നാടിൻ്റെ പേര് വെറുമൊരു അടയാളം മാത്രമല്ല, അതിൽ ആ നാടിൻ്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പരിണാമവും ഒരു ജനതയുടെ വൈകാരികമായ സ്വത്വവും അഗാധമായി ഇഴചേർന്ന് കിടപ്പുണ്ട്. കാലങ്ങളായി ഇംഗ്ലീഷിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും കേരള എന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ സംസ്ഥാനം മലയാളികളുടെ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ കേരളം എന്ന ഔദ്യോഗിക നാമത്തിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘനാളായുള്ള ഈ ആവശ്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഭരണഘടനാപരമായ മാറ്റങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഒരു നാടിൻ്റെ സ്വത്വം അതിൻ്റെ യഥാർത്ഥ പേരിൽ തിരിച്ചറിയപ്പെടുക എന്നത് ഏതൊരു ജനതയെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെയോ മറ്റ് ഭാഷാപരമായ സ്വാധീനങ്ങളുടെയോ ഫലമായി രൂപാന്തരം പ്രാപിച്ച പേരുകളിൽ നിന്നും തനതായ പേരുകളിലേക്കുള്ള മടങ്ങിപ്പോക്ക് കേവലമൊരു അക്ഷരമാറ്റമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു തിരുത്തൽ കൂടിയാണ്. ഈ പേരുമാറ്റത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഭാഷാപരമാണ്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷകളിൽ സ്ഥലപ്പേരുകളുടെയും മറ്റും അവസാനം എന്ന പ്രത്യയം ചേർക്കുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു വ്യാകരണ രീതിയാണ്. മലയാളം, തമിഴകം തുടങ്ങിയ വാക്കുകളുടെ ഘടന പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മലയാള ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പ്രകാരം കേരളം എന്നതാണ് പൂർണ്ണവും അർത്ഥവത്തായതുമായ രൂപം. എന്നാൽ ഇംഗ്ലീഷിലേക്ക് പ്രേക്ഷകരെ, ന്യൂസ് 18 ഏറ്റവും അഭിമാനത്തോടെ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ന്യൂസ് 18 വാർത്തയുടെ ഒരു ബിഗ് ഇമ്പാക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വൻകിട റിസോർട്ടിന്റെ ഭൂമി ഇടപാടിൽ തീരദേശവാസികൾക്ക് വഴി നഷ്ടപ്പെട്ട ഒരു സംഭവം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് സാധ്യമാക്കിയിരിക്കുകയാണ് ന്യൂസ് 18 വാർത്ത. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ ആലപ്പുഴയിൽ സ്വകാര്യ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുകളുടെ പേരിൽ ദുരിതത്തിലായ 52ഓളം കുടുംബങ്ങളുടെ വാർത്തയാണ് ന്യൂസ് 18 നൽകിയിരുന്നത്. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ 23-ാം വാർഡിലെ ജനങ്ങൾക്കാണ് റിസോർട്ട് മാഫിയയുടെ കടന്നുവരവോടെ നടവഴി പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യയാണ് ആ ദുരിതകഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ വാർത്തയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പിന്നീടുണ്ടായി. ഇപ്പോൾ ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ റോഡ് നിർമ്മിച്ച് നൽകാൻ തീരുമാനമായിരിക്കുകയാണ്. ആ മനുഷ്യരുടെ 52 കുടുംബങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് നടവഴി പോലും ഇല്ല എന്നതായിരുന്നു. അവിടെയാണ് അവർക്ക് ഒരു റോഡ് ഒരുങ്ങുന്നു എന്ന വാർത്ത വരുന്നത്. ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ വഴി അടച്ചതുകൊണ്ടുള്ള ഭൂമാഫിയുടെ പിടിച്ചടക്കലിൽ ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി ഒരു ചർച്ച നടന്നു. ആ ചർച്ച വിജയകരമായി തന്നെ അവസാനിച്ചു. 3 മാസത്തെ ഒരു സമയമാണ് റിസോർട്ട് ഉടമകൾക്ക് നൽകിയിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റോഡ് നിർമ്മിച്ച് നൽകും എന്ന് MLA PP ചിത്തരഞ്ജനും അറിയിച്ചു. എങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് നമുക്ക് നോക്കാം. അത് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനോട് MLA PP ചിത്തരഞ്ജൻ തന്നെ അത് വിശദീകരിക്കും. അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടാണ് ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചകൾ നടത്തിയത്. അപ്പോൾ PP ചിത്തരഞ്ജനുമായി ശരണ്യ സ്നേഹജൻ തന്നെ സംസാരിക്കുന്നു. എങ്ങനെയാണ് ആ പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് അദ്ദേഹം പറയും. കുറേ നാളുകളായി മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന ഒരു പ്രശ്നത്തിന് ഇന്ന് സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഇവരുടെ ഒരു ഇടപെടൽ അത് നമുക്ക് അഭിനന്ദനാർഹമെന്ന് തന്നെ പറയാം. മാരാരിക്കുളത്തെ പൊള്ളത്തെ നിവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ ആഗ്രഹിച്ച ഒരു വഴിയെന്നല്ല നല്ലൊരു റോഡ് തന്നെ തുറന്നു നൽകുമെന്നുള്ളതാണ് ചർച്ചയ്ക്ക് ശേഷം ജനപ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ചുള്ള ചർച്ച നടന്നത്. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആവുകയാണ്. ഇത് കുറേ നാളുകളായിട്ടുള്ള ഒരു വിഷയത്തിന് പരിഹാരം, ആളുകൾക്ക് വഴി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിടപ്പ് രോഗികളുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊക്കെ വൃത്തിയായി വാഹനത്തിൽ കടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ എത്തുവാണ് അല്ലേ? ഈ വഴിയുടെ ഒരു വലിയ കഥയുള്ള വഴിയാണ്.
കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങി, പിന്നെ കുറച്ച് സ്ഥലം വാങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം ഈ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി അവർ വാങ്ങി. അതൊന്നും ആർക്കൂടെ തർക്കമില്ല. ഈ വിഷയം യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടൊരു 2 വർഷക്കാലമായിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് 2025 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി. അന്ന് പാർട്ടിയുടെ എൽസി സെക്രട്ടറി സഖാവ് വി ഡി അമ്പയാക്ഷനാണ്. അമ്പയാർ സഖാവാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. അങ്ങനെ ഞാനും അമ്പയാർ സഖാവും കൂടെ അവിടെ പോയി. അവിടെ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു നടത്തിപ്പുകാരൻ ഒരാളുണ്ടായിരുന്നു ആ ഭാഗത്തുള്ള. അദ്ദേഹത്തിനെ വിളിപ്പിച്ച് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇന്നൊരു നമ്പർ വാങ്ങി. അങ്ങനെയാണ് ഈ വാങ്ങിയ കമ്പനിയുടെ ഇപ്പോഴും പേര് നമുക്കറിഞ്ഞൂടാ. കമ്പനി എന്നാണ് അവർ പറയുന്നത്. നമ്മളവരെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വന്ന് കാണണമെന്ന് പറഞ്ഞു. 1-2 അവധിക്ക് അവർക്ക് വരാനൊത്തില്ല. സാങ്കേതിക പ്രശ്നമായിരുന്നു. പിന്നീട് അവർ വന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവരുമായിട്ടെല്ലാം അവിടെ പോയി ഞങ്ങളെല്ലാവരും കണ്ടു. അവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. നീണ്ടുപോയാണ്. ഒരു 3-4 മാസം കഴിഞ്ഞ് വീണ്ടും സെപ്റ്റംബർ മാസത്തിലാണ്, ഓണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവരവിടെ വന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു ഡ്രോയിങ്സ്, ഇതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കി അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ഒരു സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു. സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് ദിവസമായിട്ട് ഒരു അനക്കമില്ല വന്നപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ബോർഡിൽ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനി ആകുമ്പോൾ ബോർഡാണല്ലോ. അങ്ങനെ ബോർഡിലേക്ക് ഇത് വെച്ച് അപ്പോൾ പിന്നെ ഒക്ടോബർ തിരഞ്ഞെടുപ്പായി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായി, നവംബറും അങ്ങനെ പോയി. അത് കഴിയുമ്പോഴാണ് അവർ ഇതിന് അനുവാദം തന്നിരിക്കുന്നു, വാക്കാൽ ഞങ്ങളത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം, ആ വാർഡിലെ ഷീല സുരേഷ്, ഇത് സ്വകാര്യ വഴിയായിട്ട് കിട്ടിയാൽ പഞ്ചായത്തിനോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനോ ഒന്നും പണം മുടക്കാനൊക്കത്തില്ല, MLA ഫണ്ടും കൊടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഇത് ആസ്തി രജിസ്റ്ററിൽ വരണം. ആസ്തി രജിസ്റ്ററിൽ വരുന്നതിന് വേണ്ടി ഈ കൺസെൻറ്റ് ഫാറം അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ കൺസെൻറ്റ് ഫാറം തരുമ്പോൾ അത് പൊതു റോഡായി മാറും. അപ്പോഴാണ് അവർ വീണ്ടും സാവകാശം ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 25 സെൻറ്റ് സ്ഥലത്തോളം വരുന്നുണ്ട്. മതിപ്പ് വില ഒരു 4 ലക്ഷം രൂപ വെച്ചാണെങ്കിലും 1 കോടിയോളം രൂപയുടെ എന്ത് വരും. പിന്നെ ഇതൊരു കമ്പനിയാണ്, ഞങ്ങളുടെ ബോർഡ് കൂടണം. ബോർഡ് കൂടിയിട്ട് ഞങ്ങളൊരു തീരുമാനം അറിയിക്കാം. എന്തായാലും പോസിറ്റീവായ തീരുമാനം എടുക്കത്തുള്ളൂ എന്ന് അവർ അന്നും പറഞ്ഞിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും നടന്നില്ലെങ്കിൽ പിന്നെ 5-6 മാസം പോകുമല്ലോ എന്നൊരു ചിന്ത വരുന്നത്. അങ്ങനെയാണ് ജനപ്രതിനിധികളായിട്ടുള്ള പിന്നെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള റിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സൈമൺ, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള മനോജ്, ഷീല, ഇവർ ശരണ ചെയ്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ പ്രതികരിക്കുന്നത്. അത് സ്വാഭാവികമായി അതിനുശേഷം അപ്പോൾ ആ വാർത്ത വന്നു കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമുണ്ടല്ലോ. നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും നമ്മളവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ പോയി ചർച്ച ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു പ്രയാസം, എല്ലാവരും കൂടി ഇവിടുന്ന്, കാര്യം ആരെങ്കിലും 4-5 പേര് പോയിട്ട് കാര്യമില്ലല്ലോ, ജനങ്ങൾക്കൂടെ ബോധ്യപ്പെടണം. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 10 മണിക്ക് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചിരിക്കുകയാണ്. നേരത്തെ 10 മണിയെന്ന് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ 10 മണിക്ക് തന്നെ എത്തി. ചില മെമ്പർമാർ വരാൻ അല്പം വൈകി, പക്ഷേ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നില്ല. നേരത്തെ തൊട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളതിൽ എല്ലാവർക്കും ഇത് കാണാൻ പാടാണ്. അവിടെ 2-3 കാര്യങ്ങൾ വന്നു. അതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം കൂടെ ചേർന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫലത്തിൽ ഈ സ്ഥലം 3 മീറ്റർ വീതിക്ക് നമുക്ക് മുഴുവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള വഴി സാധ്യമാക്കി ഫാറം അവരെ ഏൽപ്പിച്ചു. ഒരാഴ്ചക്കാലത്തിനുള്ളിൽ അവർ ആ ഫാറം ഒപ്പിട്ട്, അവർക്ക് ഇതൊക്കെ പറഞ്ഞാലും ഇതുങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്. നോക്കൂ, 3 കാലത്തിനുള്ളിൽ അവർക്ക് റോഡ് വരുന്ന രീതിയിൽ ഒരു പ്രശ്നപരിഹാരം എങ്ങനെയാണ് ഉണ്ടായതെന്നത് MLA തന്നെ വിശദീകരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഏറെ നാളായിട്ടുള്ള അവരുടെ വലിയ പ്രശ്നമായിരുന്നു. എന്തായാലും പ്രദേശവാസികളുടെ പരമ്പരാഗതമായ നടവഴികൾ സ്വന്തമാക്കിയ റിസോർട്ട് ഭൂമിയുടെ തെക്കേ അതിരിനോട് ചേർന്ന് വഴിക്കായി നാട്ടുകാരോടൊപ്പം ചേർന്ന് ഭൂമി വിട്ടു നൽകാമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആ ഉറപ്പിൽ നിന്ന് അവർ പിന്മാറുകയായിരുന്നു. ഇതോടെയാണ് കിടപ്പ് രോഗികളും കുട്ടികളും എന്തിന് അംഗനവാടി കെട്ടിടം പോലും വഴിമുട്ടിയ അവസ്ഥയിലായത്. ഇപ്പോൾ ചർച്ചയിൽ ഒരാഴ്ച
ഒരാഴ്ചയ്ക്കുള്ളിൽ വഴിവിട്ട് നൽകിക്കൊണ്ടുള്ള അനുമതി പത്രം ഒപ്പിട്ട് നൽകുമെന്നാണ് റിസോർട്ട് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ MLA ഈ പറയുന്നത് റിസോർട്ട് ഉടമകൾ കൂടി അംഗീകരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനൻ റിസോർട്ട് ഉടമകളുടെ പ്രതികരണം കൂടി തേടിയിട്ടുണ്ട്. പ്രശ്നപരിഹാര ചർച്ചയ്ക്ക് ശേഷം ആയിരുന്നു കമ്പനി പ്രതിനിധികളെ ശരണ്യ സ്നേഹജൻ കണ്ടത്. അപ്പോൾ അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. വലിയ ആശ്വാസവും പ്രദേശവാസികളും ഈ ന്യൂസ് 18 വാർത്തയും അതിനെ തുടർന്നുള്ള ഇടപെടലും ഇപ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൽ വലിയ ആശ്വാസം പ്രദേശവാസികളും പങ്കുവെക്കുന്നു. അപ്പോൾ അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. മാരാരിക്കുളത്ത് റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ, അവരുടെ തീരദേശവാസികളുടെ റോഡടക്കം നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു വന്ന വിവാദങ്ങൾ, അതിനൊരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടന്നത്. തീരദേശവാസികളായ ജനപ്രതിനിധികളും ഒപ്പം തന്നെ റിസോർട്ടിനെ പ്രതിനിധാനം ചെയ്ത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. അത് എവിടെ വരെ എത്തി നിൽക്കുന്നു, അതായത് ആ ചർച്ച എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെയായിരിക്കുന്നു ഈ വിഷയം, എങ്ങനെ പരിഹരിക്കപ്പെടും? ഈ പ്രശ്നം വർഷങ്ങളായി നിൽക്കുന്നൊരു പ്രശ്നമാണ്. ഈ വഴിയുമായി ബന്ധപ്പെട്ട് പല വട്ടങ്ങളിലായിട്ട് ഞങ്ങൾ പല തരത്തിൽ ബന്ധപ്പെടുകയും പരിശ്രമമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവർ വന്ന് ഏതാണ്ട് 5-8 മാസക്കാലമായി ഇവരുമായിട്ട് MLA അടക്കം ബന്ധപ്പെട്ടു. ഞങ്ങൾ വിളിച്ച് 2-3 വട്ടം ഇവരുമായിട്ട് സംസാരിച്ചു. അവർ വളരെ നല്ല നിലയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അവരുടെ സ്ഥലം അളന്ന് സ്കെച്ച് തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു. അതിന് കൺസെൻറ്റിന് വേണ്ടിയിട്ടുള്ള മറ്റു പരിശ്രമങ്ങൾ നടത്തി. ആദ്യം അവർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അവർ ബോർഡ് യോഗം കൂടിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ബോർഡ് യോഗം കൂടി അവർ കൺസെൻറ്റ് തരുന്നതിൽ ചെറിയ പ്രയാസം ആദ്യം പറഞ്ഞ്. പക്ഷേ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ കൺസെൻറ്റ് തരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതോടുകൂടി ആ പ്രശ്നം ആകെ പരിഹരിക്കപ്പെട്ടു. അതായത് വഴി എന്നുള്ളത് യാഥാർത്ഥ്യമാവുകയാണ്. വഴി റോഡായി മാറുകയാണ്. 3 മീറ്റർ വീതം. അതായത് ഈ 52ഓളം കുടുംബങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയാണ്. 52 എത്രയായാലും ആ കുടുംബങ്ങളുടെ എല്ലാം പ്രശ്നം തീരദേശവാസികൾ റോഡിലൂടെ തന്നെ എത്തും. റോഡിലൂടെ എത്തും. അതാണ് ഇത് അവിടെയുള്ള അവരാരും ആ വികസനത്തിനെതിരല്ലായിരുന്നു, മറിച്ച് അവർക്ക് വേണ്ട വഴി വേണം, അത് റോഡായി തന്നെ വേണം എന്നുള്ളതായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു, ഒപ്പം തന്നെ കിടപ്പ് രോഗികളായ ആളുകളൊക്കെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ തീരദേശവാസികളായ ആളുകൾക്ക് വഴി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ റിസോർട്ടിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ, ഒന്ന് പരിചയപ്പെടുത്താമോ ആരാണ്? എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ റിസോർട്ടിൻ്റെ ലീഗൽ അഡ്വൈസറാണ്. ഇത് മിസ്റ്റർ അബ്ദുൾ, പുള്ളിയാണ് റിസോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആൾ. ഈ ഒരു സംഭവം നമ്മളുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ്, അതായത് കമ്പനിയുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. അപ്പോൾ പഞ്ചായത്ത് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ തരുന്നത്. പിന്നെ അതിൽ തീരുമാനം എടുക്കാൻ കുറച്ച് വൈകി, കാരണം നമ്മുടെ ഇന്റേണൽ കമ്പനി പോളിസി പ്രൊസീജിയറിൽ കുറച്ച് ഡിലേ വന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും MLA സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തപ്പോൾ അത് വളരെ ഉപകാരപ്രദമായി, ഞങ്ങൾക്കും അവർക്കും നാടിന് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് ഒത്തുതീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും അപ്പോൾ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന കാര്യമാണ് റിസോർട്ട് ഉടമകൾ കൂടി സമ്മതിക്കുന്നത്. അതായത് നാടിനും ആ ജനങ്ങൾക്കും എല്ലാവർക്കും ആ റിസോർട്ടിന്റെ അവിടുത്തെ വരുന്ന വികസനത്തിന്റെ ഭാഗമാണല്ലോ, അതിനുമെല്ലാം യോജിക്കുന്ന തരത്തിലേക്കാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ നാട്ടുകാർക്ക് അവർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല ഒരു റോഡ് അവിടെ വരുന്നു എന്നതിന്റെ വലിയ ആശ്വാസമുണ്ട്. എന്തായാലും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാനും ഭരണകേന്ദ്രങ്ങളിൽ ആ ശബ്ദം എത്തിക്കുവാനും കഴിയുന്ന മാധ്യമ ശക്തിയാകാൻ ന്യൂസ് 18 ഒരിക്കൽ കൂടി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ന്യൂസ് 18 എന്ന ചാനലിന്റെ ചാരിതാർത്ഥ്യം. എന്തായാലും 52 കുടുംബങ്ങൾക്കാണ് ആ ഇടപെടലിൽ ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. പൊരുതി ജയിച്ചിരിക്കുകയാണ് കെജ്രിവാൾ. മുഖ്യമന്ത്രിയായിരിക്കെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയ വേട്ടയാടലിന്റെ ഇരയെന്നാണ് കെജ്രിവാൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. കെജ്രിവാളിനെ ജയിലിലാക്കിയ വിവാദമായ ഡൽഹി മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും കുറ്റവിമുക്തരായ ദിവസമാണ് ഇന്ന്. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ഇരുവരെയും കുറ്റവിമുക്തരാക്കിയത്.
ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വിട്ടയച്ചിട്ടുണ്ട്. കോടതി വിധിക്ക് പിന്നാലെ സത്യം ജയിച്ചുവെന്നാണ് മാധ്യമങ്ങളോട് കേജ്രിവാൾ പറഞ്ഞത്. കേജ്രിവാൾ മാധ്യമങ്ങളെ കാണുമ്പോൾ വികാരാധീനനായി പൊട്ടിക്കരയുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയം എന്താണ് ഇന്ന് സംഭവിച്ചത് എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം അപ്പോൾ അറിയേണ്ടത് എന്താണ് ഈ ഡൽഹി മദ്യനയ കേസ് എന്നതാണ്. 2021-22 കാലഘട്ടത്തിൽ ഡൽഹി സർക്കാരിന്റെ പുതിയ മദ്യവിൽപ്പന നയത്തെപ്പറ്റി ഉയർന്ന അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കേസാണ് ഈ കേസ്. 2021 അന്നത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ നേതൃത്വത്തിൽ ഡൽഹി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കി. സർക്കാർ കടകളിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മദ്യവിൽപ്പന മാറ്റുക, അഴിമതി കുറയ്ക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെ ആയിരുന്നു ഈ പുതിയ മദ്യനയത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഈ നയം നടപ്പാക്കിയതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് ഉയർന്നത്. അത് രാജ്യം ഒട്ടുക്ക് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 2022 ഡൽഹി സർക്കാർ ഈ നയം പിൻവലിക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇതിനെ ചുറ്റിപ്പറ്റി ഉയർന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് ചില മദ്യ വ്യാപാരികൾക്ക് അനുകൂലമായ രീതിയിൽ ഈ നയം മാറ്റുകയായിരുന്നു. ലൈസൻസ് അനുവദിക്കുമ്പോൾ കമ്മീഷൻ വാങ്ങി, നയത്തിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് അന്യായ നേട്ടം നൽകി, രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട ലോബിയിങ്ങും കള്ളപ്പണ ഇടപാടുകളും ഇതിൽ നടന്നു എന്ന സംശയവും ആരോപണവും ഉയർന്നു. ഇതിനെ തുടർന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിലേക്ക് എത്തുന്നത്. CBIയും EDയും ഒക്കെ ഈ കാരണങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതുമൂലം സർക്കാരിന് കോടികൾ നഷ്ടപ്പെട്ടുവെന്നും ചില ബിസിനസ് ഗ്രൂപ്പുകൾക്ക് അനധികൃത ലാഭം ലഭിച്ചു എന്നുമൊക്കെയായിരുന്നു അന്വേഷണ ഏജൻസികളുടെ ആരോപണം. ആ ആരോപണത്തിൽ നടന്ന അന്വേഷണങ്ങൾ, അതിന് പിന്നാലെ ഇപ്പോൾ ഈ വിഷയം കോടതിയിലെത്തുമ്പോൾ വിചാരണ പോലുമില്ലാതെ ഇവരെ കുറ്റവിമുക്തരാക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങൾ എന്തുകൊണ്ട് CBIക്ക് തെളിയിക്കാനായില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഉയർന്ന ചോദ്യം. CBIക്ക് ഒന്നും തെളിയിക്കാനായില്ല. ആരോപണങ്ങൾക്കൊന്നും CBIയുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നില്ല. ഡൽഹി രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും കുറ്റവിമുക്തരാകുമ്പോൾ ഏറ്റവും തിരിച്ചടി നേരിട്ടിരിക്കുന്നത് CBIക്കും കേന്ദ്ര സർക്കാരിനുമാണ്. ഇരുവരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി റോസ് അവന്യൂവിലെ പ്രത്യേക CBI കോടതി അന്വേഷണം നടത്തിയ CBIക്കെതിരെ ശക്തമായ വിമർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കുറ്റപത്രത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് കോടതി ചൂണ്ടിക്കാട്ടി. തെളിവില്ലാത്ത കേസിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്നത് കോടതി CBIയോട് ചോദിച്ചു. പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗ് ആണ് വിധി പറഞ്ഞത്. മനീഷ് സിസോദിയയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ CBIക്ക് തെളിയിക്കാനായില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് പേജുകളുള്ള CBI കുറ്റപത്രത്തിൽ ആരോപണങ്ങൾ തെളിയിക്കാൻ പര്യാപ്തമായ സാക്ഷിമൊഴികൾ ഒന്നും തന്നെ ഇല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ അറസ്റ്റിലായ കെജ്രിവാൾ 2 തവണയായി 156 ദിവസവും മനീഷ് സിസോദിയ 530 ദിവസവുമാണ് ഈ കേസിൽ ജയിലിൽ കിടന്നത്. ഈ 2 പേർ കൂടാതെ ഇവരുൾപ്പെടെ 23 പേരെയാണ് ഇപ്പോൾ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വെറുതെ വിട്ടിരിക്കുന്നത്. കേസിൽ കോടതി വെറുതെ വിട്ടിരിക്കുന്നവരിൽ തെലങ്കാന ജാഗ്രതി പ്രസിഡന്റ് കെ കവിതയുമുണ്ട്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളാണ് കവിത. കെജ്രിവാളും സിസോദിയയും കവിതയും അടക്കം 23 പേരെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. സത്യം ജയിച്ചു എന്നതായിരുന്നു കെജ്രിവാളിന്റെ ഇതിനോടുള്ള ആദ്യ പ്രതികരണം. സത്യം ജയിച്ചുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കെജ്രിവാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണിതെന്ന് കെജ്രിവാൾ പറയുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ മോദിയും അമിത്ഷായുമാണ് എന്നതാണ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുന്നത്. സത്യം ജയിക്കും, താൻ അഴിമതിക്കാരനല്ല, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും കെജ്രിവാൾ പറഞ്ഞു. मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा। आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया। यहां तक कि सिटिंग चीफ मिनिस्टर, जो आज तक भारत के इतिहास में कभी नहीं हुआ, सिटिंग चीफ मिनिस्टर को उसके घर से घसीटकर जेल में डाला गया और 6 महीने तक जेल में रखा गया। हमारे उप मुख्यमंत्री मनीष सिसोदिया जी, उनको लगभग 2 साल तक जेल में रखा गया। पूरा का पूरा फर्जी केस था। हमारे ऊपर कीचड़ फेंका गया। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है।
केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है। मैं प्रधानमंत्री जी से कहना चाहता हूँ, അപ്പോ താൻ അഴിമതിക്കാരനല്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേജ്രിവാൾ പ്രതികരിക്കുന്നത്. കേസ് വ്യാജമാണെന്നും ബന്ധമില്ലെന്ന് 100 വട്ടം പറഞ്ഞതാണെന്ന് കവിതയും പ്രതികരിച്ചു. ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് താൻ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് കവിത ചൂണ്ടിക്കാട്ടിയത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടികൾ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയുകയാണ് കവിതയും ചെയ്തിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നവർക്കെല്ലാം നന്ദിയുണ്ട് എന്നതാണ് കവിത സൂചിപ്പിച്ചത്. നോക്കൂ, അഴിമതിക്കെതിരെ നിലയുറപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ച് ആദ്യ വർഷം തന്നെ ഡൽഹിയിൽ ഭരണം പിടിച്ച് അത്ഭുതം കാട്ടിയ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ തുടർഭരണം ഉറപ്പാക്കി ഡൽഹിക്ക് പുറത്തേക്ക് പാർട്ടി വളർത്തി ദേശീയ പാർട്ടിയാവുകയും പ്രധാന ദേശീയ പാർട്ടി നേതാക്കളിൽ ഒരാളായി കെജ്രിവാൾ മാറുകയും ചെയ്യുമ്പോഴാണ് ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലാകുന്നത്. അഴിമതിക്കെതിരെ നിലകൊണ്ട വ്യക്തി അഴിമതിക്കേസിൽ അറസ്റ്റിലായത് കെജ്രിവാളിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചു. ഡൽഹി ഭരണം ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായി. അവിടെയാണ് ജനാധിപത്യത്തിന്റെ ശക്തി തെളിയിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിലൂടെ കെജ്രിവാൾ കുറ്റവിമുക്തനാകുന്നത്. CBIക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഇത്. CBI കോടതിയുടെ വിധിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ CBI ഒരുങ്ങുന്നുണ്ട്. നിയമ പോരാട്ടം എന്തായാലും ഇനിയും തുടർന്നേക്കാം. പക്ഷേ ഇത് കെജ്രിവാളിന്റെ വിജയമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്, കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയുമാണ്. അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പുലർച്ചെ മുതൽ അഫ്ഗാനിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തി. ഏറ്റുമുട്ടലിൽ 133 അഫ്ഗാൻ താലിബാൻ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും 2 പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതിർത്തിയിൽ 55 പാക് സൈനികരെ വധിച്ചതായി അഫ്ഗാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു ഓപ്പറേഷൻ പാകിസ്ഥാൻ നടത്തുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ, ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്ന് പേരിട്ട ഓപ്പറേഷനാണ് പാകിസ്ഥാന്റെ സൈനിക ഓപ്പറേഷൻ. നീതിക്കായുള്ള ക്രോധം എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സൈനിക നടപടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങളും ഒരു തുറന്ന യുദ്ധത്തിന് സമാനമായ ഏറ്റുമുട്ടലിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാബൂൾ, കണ്ടഹാർ, പക്തിയ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ അഫ്ഗാൻ താലിബാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വലിയ വ്യോമാക്രമണമാണ് നടത്തിയത്. നങ്കർഹാർ പ്രവിശ്യയിലെ ഒരു വെടിക്കോപ്പ് ശാല പാക് ആക്രമണത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുണ്ട്. 2 സൈനിക ബ്രിഗേഡ് താവളങ്ങൾ പാകിസ്ഥാൻ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ മാസങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളാണ്. എന്താണ് ഇപ്പോൾ ഈ ഓപ്പറേഷനിലേക്ക് എത്തിച്ച സാഹചര്യങ്ങളെന്ന് നോക്കിയാൽ, മാസങ്ങളായി തുടരുന്ന അസ്വസ്ഥതയാണ് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ. യുദ്ധത്തിന്റെ വക്കിൽ വരെ ഒരു ഘട്ടത്തിൽ എത്തിയ ഏറ്റുമുട്ടൽ വെടിനിർത്തലിൽ കലാശിച്ചതാണ്. 2025 ഒക്ടോബറിൽ പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ചത് ഖത്തറും തുർക്കിയുമായിരുന്നു. അതിനുശേഷവും ചെറുതും വലുതുമായ ചില ഏറ്റുമുട്ടലുകൾ അവിടെ നടന്നു. അതാണ് ഇപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. എന്നാൽ ലക്ഷ്യമിട്ടത് ജനവാസ മേഖലയായിരുന്നു എന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചു. ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സംഭവത്തെ ഇന്ത്യ ഉൾപ്പെടെ അപലപിച്ചതാണ്. ഈ ആക്രമണത്തിന് തിരിച്ചടിയായാണ് വ്യാഴാഴ്ച വൈകുന്നേരം ചിത്രാൽ, ഖൈബർ, മോമന്ത്, ഹുറം, ബജൌർ സെക്ടറുകളിൽ അതിർത്തിക്കപ്പുറത്തുനിന്ന് അഫ്ഗാനിസ്ഥാൻ വെടിവെപ്പ് നടത്തിയത്. അഫ്ഗാൻ താലിബാൻ വെടിവെപ്പ് നടത്തി. ഇതിൽ പാക് അഫ്ഗാൻ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് ഇത്
കടന്നു. 55 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായി താലിബാൻ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ 2 സൈനിക താവളങ്ങളും 19 പോസ്റ്റുകളും പിടിച്ചെടുത്തതായി താലിബാൻ അവകാശപ്പെട്ടു. അഫ്ഗാൻ വ്യോമാതിർത്തി ലംഘിച്ച ഒരു പാക് വിമാനം വെടിവെച്ചിട്ടതായും തങ്ങളുടെ 8 സൈനികർ കൊല്ലപ്പെട്ടതായും അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നു. പക്ഷേ ഇതെല്ലാം പാകിസ്ഥാൻ നിഷേധിക്കുകയായിരുന്നു. ഇതൊക്കെ നിഷേധിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായി യുദ്ധത്തിലാണ് എന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തങ്ങൾ തുറന്ന യുദ്ധത്തിലാണ് എന്നതാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത്. തങ്ങളുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കി. പ്രകോപനമില്ലാതെ വെടിവെച്ചുവെന്നും തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നുവെന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അപ്പോൾ ആ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ യുദ്ധത്തിലാണ് എന്ന് തന്നെ പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പാക് വ്യോമാക്രമണത്തിന് പിന്നാലെ അതിർത്തി മേഖലകളിൽ താലിബാൻ തിരിച്ചടി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ടോർഖാം അതിർത്തിയിൽ പുതിയ ഏറ്റുമുട്ടലുകൾ നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രധാന അതിർത്തി കവാടമായ ടോർഖാമിൽ വെള്ളിയാഴ്ച മുതൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത വെടിവെപ്പും ഷെല്ലാക്രമണങ്ങളും തുടർന്നു വരികയാണ്. അതിർത്തിയിലേക്ക് കൂടുതൽ അഫ്ഗാൻ സൈനികർ നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതരത്തിൽ ഈ രീതിയിൽ ഇത് എസ്കലേറ്റ് ചെയ്യുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവിടുന്നത്. അതിർത്തിക്കടുത്തുള്ള ഒമാരി അഭയാർത്ഥി ക്യാമ്പിന് നേരെ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതേസമയം മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നോക്കൂ, ഇറാൻ തന്നെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ്. ഇറാൻ അമേരിക്ക യുദ്ധം എപ്പോൾ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ ആ സാഹചര്യത്തിലും ഇറാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ അയൽ രാജ്യത്ത് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നതാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവിച്ചത്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും ഇന്ത്യ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭീകരവാദം അവസാനിക്കാതെ പാകിസ്ഥാനോട് വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യ അഫ്ഗാനുമായി ഇപ്പോൾ നല്ല ബന്ധം പുലർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങൾ തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം അത് നമ്മളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്തായാലും ഈ സാഹചര്യത്തെ വളരെ ജാഗ്രതയോടെയാണ് ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നത്. ഇറാൻ, തുർക്കി, ഖത്തർ എന്നീ രാഷ്ട്രങ്ങൾ മധ്യസ്ഥ ശ്രമം നടത്തുമോ? വീണ്ടും യുദ്ധം അതോ ഈ യുദ്ധം കടുക്കാനാണോ പോകുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും നമ്മളുടെ അയൽ രാഷ്ട്രങ്ങളാണ്, അവിടെയാണ് വലിയ രീതിയിലൊരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാതെ യാതൊരു തരത്തിലും ഒരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതേസമയം നയതന്ത്ര ബന്ധം അഫ്ഗാനുമായി മെച്ചപ്പെട്ടു വരുന്നൊരു സാഹചര്യവുമാണ്. അപ്പോൾ ഈ സാഹചര്യമൊക്കെ നമ്മുടെ രാഷ്ട്രം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും അയൽ രാഷ്ട്രമായതുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവിടെ അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നു എന്നതൊക്കെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.